ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാട്ടിലല്ല കേട്ടോ, എൻ്റെ വീടിനടുത്തുള്ള പറമ്പിലാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കൃഷ്ണകിരീടം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൃഷ്ണകിരീടം എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ഇത് പൊതുവെ കാട്ടുപ്രദേശങ്ങളിലും നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ കണ്ടുവരുന്നതാണ്. ഞങ്ങളൊക്കെ ഇതിനെ 6 മാസ ചെടി എന്നാണ് പറയുന്നത്. കൃഷ്ണകിരീടം, കൃഷ്ണമുടി, കാവടിപ്പൂവ് എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ചിത്രശലഭങ്ങൾ വഴിയാണ് പ്രധാനമായും ഈ ചെടി പരാഗണം നടത്തുന്നത്. പനി, നീര്, കിഡ്നി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്ക് ഇതിനെ പഴമക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലയും പുല്ലാനി ഇലയും സമം ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പനൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. കൃഷ്ണകിരീടത്തിൻ്റെ ഇല ഉപ്പ് ചേർത്ത് അരച്ച് പുരട്ടിയാൽ മുറിവുകൾ ഉണങ്ങിക്കിട്ടും. വെള്ളം തിളപ്പിച്ചതിന് ശേഷം കൃഷ്ണകിരീടത്തിൻ്റെ ഇലകൾ അതിൽ ഇട്ടുവച്ചാൽ തണുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത് താളിയായി ഉപയോഗിക്കാം. നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ ഇതിൻ്റെ പൂവിന് സാധിക്കും. വാതരോഗങ്ങളും പിത്തരോഗങ്ങളും കുറയ്ക്കുവാനുള്ള കഴിവും ഇതിനുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.